മെഷർമെന്റിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തത്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറർ എന്ന് പറയുന്ന സെക്ഷനിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ പറയാനുണ്ട്. കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. ടഫർ ടോപ്പിക്ക് നമ്മൾ എടുക്കും, കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബാലൻസ് ഉള്ള 2 ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാണ്. ഇറർ എന്ന് പറയുന്ന സെക്ഷനിലെ വളരെ സിമ്പിളാണ് എങ്കിലും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ 2 വസ്തുക്കൾ ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളന്നപ്പോഴുള്ള ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അതിങ്ങനെ പറഞ്ഞിരിക്കുന്നു: L1 ഈസ് ഈക്വൽ ടു 20 ± 0.5 ആൻഡ് L2 is equal to 15 ± 0.2. ഇങ്ങനെ 2 ലെങ്തുകൾ തരികയാണെങ്കിൽ അവരുടെ സമ്മും ഡിഫറൻസും, ആദ്യം നമുക്ക് സമ്മ് കാണാനാണ് എ ക്വസ്റ്റ്യൻ, ഡിഫറൻസ് കാണാനാണ് ബി ക്വസ്റ്റ്യൻ. അവരുടെ സമ്മ് ഇവരെ കൂട്ടിയാൽ എന്തുത്തരം കിട്ടും, ഇവരെ കുറച്ചാൽ എന്തുത്തരം കിട്ടും എന്ന് കാണാനാണ്. വളരെ സിമ്പിളാണ്, തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലുമാണ്. അപ്പൊ നമുക്ക് ആദ്യം കൂട്ടി നോക്കാം. കൂട്ടുന്നത് സിമ്പിളാണ്. 20 + 15 is equal to 35. 20ഉം 15ഉം 35. ഇനി നമ്മൾ ഇററുകളെ ആഡ് ചെയ്യണം. ± ഇടുക, ± 0.5 + 0.2 it is equal to 0.7, 0.7. അപ്പൊ സമ്മ് വളരെ എളുപ്പമാണ്. 2 ആഡ് ചെയ്യുക. 20ഉം 15ഉം 35, 0.5ഉം 0.2ഉം 0.7. ഇനി ഡിഫറൻസ് കാണാനാണ് ചോദ്യം. നമുക്ക് ഡിഫറൻസ് കാണാം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പൊ നമുക്ക് 20ൽ നിന്ന് 15 പോയി കഴിഞ്ഞാൽ 5. 20 - 15 is equal to 5 ± ഇനി ഇററുകളെ കുറയ്ക്കാൻ പാടില്ല. അവിടെ നമ്മൾ തെറ്റിക്കുക. ഇവിടെ 5ൽ നിന്ന് 2 കുറച്ചിട്ട് 0.5ൽ നിന്ന് 0.2 കുറച്ചിട്ട് 0.3 ഇട്ട ഉത്തരം തെറ്റാ. ഇറർ ആഡ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ഇററിൽ സബ്ട്രാക്ഷൻ ഇല്ല. അതുകൊണ്ട് 0.5 + 0.2 അവിടെ ഇറർ എത്ര തന്നെയാ? 0.7. അപ്പൊ ഇവിടെ തെറ്റിക്കാനുള്ള സാധ്യത ഇവിടെയാണ്. ഇവിടെ സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഇത് കുറച്ച് എഴുതരുത്. അതിന് പകരം കൂട്ടാനേ പാടുള്ളൂ. ഇററുകൾ എപ്പോഴും അഡിഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അടുത്ത ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്, പക്ഷെ ചിലരൊക്കെ തെറ്റിക്കാറുണ്ട്. നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. റേഡിയസ് 0.6 ആണ്. റേഡിയസ് 0.6% ഇറർ. റേഡിയസ് അളന്നപ്പോൾ 0.6% ഇറർ സംഭവിച്ചു. എന്നിട്ട് നിങ്ങളോട് ഒന്നെങ്കിൽ ഏരിയ കാണാൻ, ഏരിയയിൽ ഉണ്ടായ ഇറർ അല്ലെങ്കിൽ വോളിയത്തിലുണ്ടായ ഇറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഏത് ഇറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലും നമുക്കതിന്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഇക്വേഷൻ ഫോർ എക്സാമ്പിൾ, വോളിയത്തിൽ എത്ര ഇറർ, റേഡിയസ് അളന്നപ്പോൾ ഇത്ര ഇറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വോളിയം അളക്കുമ്പോൾ എത്ര ഇറർ സംഭവിക്കും? അപ്പം വോളിയം സ്പിയർ ആണ്. സ്പിയറിന്റെ വോളിയം അളക്കാനുള്ള ഇക്വേഷൻ 4/3 πr³ ആണെന്ന് എനിക്കറിയാം. 4/3 πr³. ഇനി നമുക്ക് നോക്കാം. ഡെൽറ്റ V/V% വോളിയത്തിൽ ഉണ്ടായ ഇറർ ഈസ് ഈക്വൽ ടു, ആറിനെ മാത്രം നോക്കിയാൽ മതി. ഇത് കോൺസ്റ്റന്റ് ആണ്. ഇവനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. 4/3 പൈനെ പരിഗണിക്കേണ്ട. ദാറ്റ് ഇസ് കോൺസ്റ്റന്റ്. അവിടെ ഇവിടെ എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ r³ 6ന്റെ പവർ 3 ഇൻറ്റു ഡെൽറ്റ r/r. ഇനി ഇവിടെ ഏരിയ ആണ് തന്നതെങ്കിൽ ഏരിയ കാണണം. എന്താ ഏരിയ? വോളിയം 4/3 πr³ ആണ്. ഏരിയന്റെ ഇക്വേഷൻ 4πr².
4π നമ്മൾ എന്ത് ചെയ്യണ്ട, പരിഗണിക്കേണ്ട കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡെൽറ്റ a/a% ഈസ് ഈക്വൽ ടു ആറിന്റെ പവറുടെ 2 ആണ്, 2 ഇൻറ്റു ഡെൽറ്റ r/r%. ചെയ്ത കാര്യം ഇങ്ങനെയുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഒന്നാണിത്. അപ്പോൾ വോളിയം ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എഴുതുക, ഏരിയ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ നമുക്ക് അറിയണം. ഇനി പവർ ഇവിടെ 3 എടുത്ത് എഴുതി ഡെൽറ്റ r/r. ഇവിടെ പവർ 2 ആണ്, അവർ 2 ഇൻറ്റു ഡെൽറ്റ r/r. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽറ്റ v/v% വോളിയത്തിൽ ഉണ്ടായത് 3 ഇൻറ്റു ഡെൽറ്റ r/r% പറഞ്ഞിരിക്കുന്നത് 0.6. ഇനി ഇവിടെയാണെങ്കിലോ ഡെൽറ്റ a/a% ഏരിയയിൽ ഉണ്ടായത് 2 ഇൻറ്റു ഡെൽറ്റ r/r% 0.6. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 3 ഇൻറ്റു 0.6 1.8%. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1.2%. റെഡി? അപ്പോൾ ഏരിയ അളന്നാൽ ഇത്ര എറർ, വോളിയം അളന്നാൽ ഇത്ര എറർ. അപ്പൊ റേഡിയസിൽ ഇത്ര ശതമാനം എറർ ഉണ്ടെങ്കിൽ വോളിയത്തിൽ എത്ര ശതമാനം എറർ ഉണ്ടാവും, അല്ലെങ്കിൽ ഏരിയയിൽ എത്ര ശതമാനം എറർ ഉണ്ടാവും, അത് കാണാനുള്ള ചോദ്യം വരാറുണ്ട്. ഇനി ഏരിയയും വോളിയവും ആവണമെന്നില്ല, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നാലും ഇതേപോലെ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തതായിട്ട് എറർ എന്ന് പറയുന്ന കേസിൽ ചോദിക്കുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ദ ടേംസ് സിസ്റ്റമാറ്റിക് എറർ ആൻഡ് റാൻഡം എറർ. വളരെ സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ സിമ്പിൾ പെൻഡുലം ഉപയോഗിച്ചിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടു. എപ്പോഴും എനിക്ക് കിട്ടുന്നത് പ്ലസ് ആണ്. ഇപ്പം 9.8 കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. എപ്പോഴും കിട്ടുന്നത് 10 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 9.9. അപ്പം ഒറിജിനൽ വിലയിനേക്കാളും എപ്പോഴും കൂടുതൽ മാത്രമാണെങ്കിൽ അതിനെ പറയുന്ന, അല്ലെങ്കിൽ എപ്പോഴും കുറവ്, ഒന്നെങ്കിൽ എപ്പോഴും കൂടുതൽ കിട്ടുക അല്ലെങ്കിൽ എപ്പോഴും കുറവ് കിട്ടുക. കൂടുതൽ കുറവ് മാറിയും വരരുത്. അത്തരം എററുകളാണ് സിസ്റ്റമാറ്റിക് എററുകൾ. അവയെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ചില കേസിൽ നമ്മൾ ഒറിജിനൽ വാല്യൂ, ഫോർ എക്സാമ്പിൾ എക്സ് ആണെങ്കിൽ പലതവണ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അധികം കിട്ടും അല്ലെങ്കിൽ കുറവ് കിട്ടും. പ്ലസ് ഡയറക്ഷനും മൈനസ് ഡയറക്ഷനും മാറി വരികയാണെങ്കിൽ അവരെ നമുക്ക് റാൻഡം എറേഴ്സ് എന്ന് പറയാം. ഇതൊരു ടൈപ്പ് ആൻസർ ആണ്. ഇനി വേറെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് എറർ ആണെങ്കിൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവൂ, ഒന്നെങ്കിൽ കൂടുതൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ്. റാൻഡം എറർ ആണെങ്കിൽ പ്ലസും ഉണ്ടാവും മൈനസും ഉണ്ടാവും. ഇനി അടുത്തൊരു ഡിഫറൻസ് ഉണ്ട്. സിസ്റ്റമാറ്റിക് എറർ അറിയുന്ന കാരണം കൊണ്ടായിരിക്കും, എറർ ഡ്യൂ ടു എ നോൺ കോസ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലുള്ള തെർമോമീറ്റർ കേടാണെന്ന് എനിക്കറിയാം, അത് കാരണം ഉണ്ടാകുന്ന എററാണ് സിസ്റ്റമാറ്റിക് എറർ. അതുകൊണ്ട് എളുപ്പം പരിഹരിക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ തെർമോമീറ്റർ എപ്പോഴും 1 ഡിഗ്രി കൂടുതൽ അളക്കുന്നുണ്ട്. അപ്പോൾ 0 ഡിഗ്രിയിൽ വെച്ചാൽ 1 കാണിക്കും, 1-ൽ വെച്ചാൽ 2 കാണിക്കും, 100-ൽ വെച്ചാൽ 101 കാണിക്കും. അപ്പോൾ അതെനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്ക് എളുപ്പം തിരുത്താൻ പറ്റും, റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ റാൻഡം എറർ അങ്ങനെയല്ല. നമുക്ക് അറിയാത്തൊരു കാരണം, ഫോർ എക്സാമ്പിൾ കറണ്ടും വോൾട്ടേജും ഉപയോഗിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്, കറണ്ട് കൊടുത്തുള്ള എക്സ്പെരിമെന്റിൽ പെട്ടെന്ന് വോൾട്ടേജ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എന്താണ് കാരണം സംഭവിച്ചത്, അധികമാണോ കുറവാണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അത് റെക്ടിഫൈ ചെയ്യാൻ നമുക്കൊണ്ട് പറ്റൂല. അപ്പൊ 2 കാരണം പറഞ്ഞു. ഒന്ന് സിസ്റ്റമാറ്റിക് എററിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഇൻ 1 ഡയറക്ഷൻ, യൂണി ഡയറക്ഷണൽ. ഇനി മറ്റേ ആള് റാൻഡം ആണെങ്കിൽ 2 ഡയറക്ഷനും കാണിക്കും, പോസിറ്റീവും കാണിക്കുക നെഗറ്റീവും കാണിക്കുക. രണ്ടാമത്തെ സിസ്റ്റമാറ്റിക് എറർ ആണെങ്കിൽ അത് അറിയുന്ന കാരണം കൊണ്ടായിരിക്കും, മറ്റത് അറിയാത്തൊരു അൺനോൺ കോസ് കൊണ്ട് ഉണ്ടാകുന്ന എററാണ്. ഇത്രയുമാണ് എറർ എന്ന് പറയുന്നത്. ഇപ്പം 3 വീഡിയോസായി. 3 വീഡിയോസിൽ ആ എറർ എന്ന് പറയുന്ന ഏരിയയിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ആ 3 വീഡിയോയും കണക്റ്റഡ് ആയിട്ട് ഒന്ന് നോക്കുക, നോട്ട് എഴുതിയെടുക്കുക. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അതേപോലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വെച്ചിട്ടുള്ള അഡീഷനും സബ്ട്രാക്ഷനും റൗണ്ടിങ്ങും, ഡിജിറ്റിൽ എങ്ങനെ റൗണ്ട് ചെയ്യാം, ഈ കാര്യങ്ങളാണ്. സാധാരണ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഒരു ചോദ്യം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷുവറാണ്. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗർ തന്നെ അധികം മാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുമ്പോഴുള്ള നിയമങ്ങളുണ്ട്. അതേപോലെ റൗണ്ട് ഓഫ് എങ്ങനെയാണെന്നുള്ള കാര്യം
അത് ഒരൊറ്റ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക. കുറച്ചെന്നെടുത്ത് കുറച്ച് ബാക്കി എടുക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മുഴുവനായിട്ട്